Voice of Marketing, in touch with positive people. വോയിസ് ഓഫ് മാർക്കറ്റിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജയകൃഷ്ണൻ. ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ പുതിയ ഒരു ഇഷ്യൂവിനെ കുറിച്ച് പരിചയപ്പെടാം. ബിസിനസ് ചെയ്യുന്ന ആൾ കിട്ടാനുള്ള കാശിനെക്കുറിച്ച് വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കും. പക്ഷേ അദ്ദേഹം കൊടുക്കാനുള്ള പൈസയെക്കുറിച്ച് അധികം ചിന്തിക്കില്ല. ഒരു ബിസിനസ്സിൽ വേണ്ടത് ഒരു എംപത്തറ്റിക് ആറ്റിറ്റ്യൂഡാണ്. പൈസ കൊടുക്കുന്ന ഒരു കാര്യം ഇത്തിരി വിഷമമുള്ളതായിട്ട് തോന്നുന്നുണ്ട് ചിലർക്കൊക്കെ. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുമ്പോഴാണ് അവരുടെ ബിസിനസ്സും വളരുകയുള്ളൂ, അവർക്കും ബിസിനസ് നടത്താൻ സാധിക്കുകയുള്ളൂ. ശരിയല്ലേ? നമുക്ക് കിട്ടാനുള്ള പേയ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ വ്യാകുലപ്പെടുമ്പോൾ നമ്മൾ കൊടുക്കാനുള്ള പേയ്മെൻറ്റിനെ കുറിച്ചിട്ടും വ്യാകുലപ്പെടണം എന്നാണ് എനിക്കിതിനകത്ത് പറയാനുള്ളത്. അപ്പോൾ കിട്ടിയാലല്ലേ കൊടുക്കാൻ പറ്റൂ എന്നുള്ള തിരിച്ചുള്ള ഒരു ചോദ്യം നമ്മുടെ മുന്നിലേക്ക് ചിലപ്പോൾ വരാം. പക്ഷേ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുക്കാനുള്ള കമ്മിറ്റ്മെൻറ്റ് ഓൾറെഡി നിങ്ങളുടെ മനസ്സിൽ തന്നെ ഉണ്ടാവുമല്ലോ. ഒരു പേയ്മെൻറ്റ് എന്ത് പ്രോഡക്റ്റായാലും പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ പൈസ കൊടുക്കണം. ഈ പർച്ചേസ് ചെയ്തിട്ട് 15 ദിവസത്തിനുള്ളിൽ പൈസ കൊടുക്കേണ്ടതാണ് എന്നുള്ള ബോധത്തിലേക്ക് നമ്മൾ ഉയരേണ്ടിയിരിക്കുന്നു. അതിന് എന്താണ് നമുക്ക് ചെയ്യാനുള്ള ഒരു വഴി? ആർക്ക് നമുക്ക് പേയ്മെൻറ്റ് തരാനുണ്ട്, കൃത്യമായിട്ട് അത് ഫോളോ അപ്പ് ചെയ്തിരിക്കണം. അത് മെസ്സേജ് അയയ്ക്കുക, റിമൈൻഡർ മെസ്സേജ് അയയ്ക്കുക എന്നുള്ളതാണ്. ഒരു പരിധിവരെ ചിലരൊക്കെ പേയ്മെൻറ്റ് തരേണ്ടവർ അത് മറന്നു പോകാറുണ്ട്. അയ്യോ, ഞാൻ ഓർത്തില്ല കേട്ടോ, ഞാൻ ഇപ്പോഴെടുത്ത് നോക്കിയപ്പോഴാണ് കണ്ടത് എന്നൊക്കെ പറയുന്നവരുണ്ടാകാം. അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് കിട്ടേണ്ട കേസുകൾക്ക് കൃത്യമായ ഫോളോ അപ്പ് നമ്മൾ നടത്തിയിരിക്കണം. കറക്റ്റായ ഫോളോ അപ്പ് നമ്മുടെ ബാക്കിലുണ്ടായിരിക്കണം. പേയ്മെൻറ്റ് കളക്ട് ചെയ്യുന്ന കാര്യത്തിൽ സെയിൽസ് നടക്കുന്നത് പോലെ തന്നെ ഫോളോ അപ്പിൻ്റെ ശക്തമായ ഒരു ഏരിയ നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ കാര്യത്തിൽ ഡെവലപ്പ് ചെയ്യണം. മനുഷ്യർ പല കാര്യങ്ങൾ, ബിസിനസ്സുകാരൊക്കെയാണെങ്കിൽ ഒരു ദിവസം തന്നെ പല കാര്യങ്ങൾ ചിന്തിക്കുന്നവരാണ്. പല കാര്യങ്ങളിലേക്ക് അവരുടെ മനസ്സ് വ്യാപൃതമായി പോകുന്നവരാണ്. പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഫോളോ അപ്പ് ഉണ്ടായിരിക്കണം. അത് മെയിലായിട്ടോ വാട്സപ്പായിട്ടോ മെസ്സേജായിട്ടോ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഹമ്പിൾ റിമൈൻഡിങ് സാർ എന്ന് പറഞ്ഞ് ഒരു റിമൈൻഡിങ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇത്ര ദിവസത്തിനുള്ളിൽ പേയ്മെൻറ്റ് വന്നില്ലെങ്കിൽ, ഒരു 7 ദിവസത്തിനുള്ളിൽ പേയ്മെൻറ്റ് വന്നില്ലെങ്കിൽ ഡിസ്കൗണ്ട് 10% കട്ടാവും. 5 ദിവസത്തിനുള്ളിൽ വന്നില്ലെങ്കിൽ 15% ഡിസ്കൗണ്ട് കട്ടാവും. വലിയ കമ്പനികളാണെങ്കിൽ സ്ട്രക്ചർ ഓൾറെഡി ആ സിസ്റ്റത്തിൽ തന്നെ അത് കൃത്യമായിട്ട് പൈസ വന്നില്ലെങ്കിൽ ആ ഡിസ്കൗണ്ട് പിന്നെ കിട്ടില്ല. സാധാരണ ഒരു ചെറുകിട ബിസിനസ്സുകാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം, ഡീലറെ സംബന്ധിച്ചിടത്തോളം, ഡിസ്ട്രിബ്യൂട്ടറെ സംബന്ധിച്ചിടത്തോളം ഒരു റിമൈൻഡിങ് അയക്കുന്നത് നന്നായിരിക്കും. കാരണം എല്ലാവർക്കും വാങ്ങിക്കാൻ വലിയ കഴിവായിരിക്കും, കൊടുക്കാനുള്ള കഴിവ് പലർക്കും കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് കൃത്യമായ പേയ്മെൻറ്റ് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ ഫോളോ അപ്പ് നടത്തിയിരിക്കണം. മെസ്സേജ് അയച്ചിരിക്കണം, അവരെ വിളിച്ച് ഓർമ്മപ്പെടുത്തിയിരിക്കണം. അങ്ങനെ ഓർമ്മപ്പെടുത്തുമ്പോൾ അവർ ഒരു പരിധി വരെയുള്ള ആളുകളാണെങ്കിൽ പേയ്മെൻറ്റ് കൃത്യമായിട്ട് തരുന്നവരാണെങ്കിൽ ഞാൻ ഇന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്തോളാട്ടോ എന്ന് പറയും. അല്ലെങ്കിൽ പേയ്മെൻറ്റ് കളക്ട് ചെയ്യാനുള്ള മറ്റൊരു മാർഗം, നമ്മൾ കൃത്യമായിട്ടാണ് ഒരു കസ്റ്റമറായിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നത്. സിൻസിയറായിട്ടും ആത്മാർത്ഥമായിട്ടും ഒരു കസ്റ്റമറെ നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാളുടെ പ്രശ്നങ്ങൾക്ക് നമ്മൾ ഒപ്പം നിൽക്കുന്നുണ്ട്. അയാൾക്ക് നമ്മുടെ പ്രോഡക്റ്റ് കൊണ്ട് എന്തെങ്കിലും പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് കൃത്യമായൊരു സൊല്യൂഷൻ കണ്ടെത്തി കൊടുക്കുന്നുണ്ട്. നമ്മൾ ആഫ്റ്റർ സർവീസ് ബെറ്ററാണ്. ഈ രീതിയിൽ നമ്മൾ സർവീസ് നടത്തുന്ന ഒരാൾ, സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഒരു കസ്റ്റമർ നമുക്ക് പേയ്മെൻറ്റ് ഡിലേ വരുത്തുന്നു. നമ്മൾ കൃത്യമായിട്ട് പറയുന്നു, ഇനി സപ്ലൈ ചെയ്യണമെങ്കിൽ പേയ്മെൻറ്റ് വേണം. അങ്ങനെ പറയുന്ന ഒരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കേണ്ടത്, അയാൾ തരാനുള്ള പൈസ ഏതെങ്കിലും രീതിയിൽ കൃത്യമായിട്ട് കളക്ട് ചെയ്ത ശേഷം നമ്മൾ ഡിമാൻഡ് കൊടുക്കാൻ പറ്റണം. ഡീലർക്ക് ഡിമാൻഡ് കൊടുക്കാൻ പറ്റണം, നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർക്ക് ഡിമാൻഡ് കൊടുക്കാൻ പറ്റണം. പേയ്മെൻറ്റ് അഡ്വാൻസ് തരാതെ സപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. ആ സിസ്റ്റം വരുമ്പോൾ മാത്രമാണ് കമ്പനിക്ക് ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകുക, കമ്പനി വളരാൻ തുടങ്ങുക. കാരണം ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം 100, 150, 200 പ്രോഡക്റ്റുകളുണ്ടാകും. 100, 50 പ്രോഡക്റ്റ് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഡീൽ ചെയ്യുന്നുണ്ടാവാം. കമ്പനി പുതിയ പ്രോഡക്റ്റുകൾ അപ്ഡേഷൻ നടത്തുന്നുണ്ടാവാം. ഒരു ഡീലറാണെങ്കിൽ എന്തുമാത്രം പ്രോഡക്റ്റ് അദ്ദേഹം ആ ഷോപ്പിൽ കൊടുക്കുന്നു, എൻ കൺസ്യൂമറിന് ഈ പ്രോഡക്റ്റുകളൊക്കെ കൊടുക്കുന്നുണ്ടാവാം. അപ്പം നമ്മുടെ പ്രോഡക്റ്റുകൾക്ക് നമ്മൾ ഡിമാൻഡ് വയ്ക്കാൻ തയ്യാറാകണം.
നമ്മൾ നല്ല സർവീസാണ് കസ്റ്റമറിന് കൊടുക്കുന്നതെങ്കിൽ, നല്ല സർവീസും നല്ല അറ്റ്മോസ്ഫിയറുമാണ്, നല്ല അപ്രോച്ചാണ് അവർക്ക് കൊടുക്കുന്നതെങ്കിൽ, അതിനുശേഷം ആ കസ്റ്റമർ നമുക്ക് പേയ്മെൻറ്റ് തരാതിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഡിമാൻഡ് വയ്ക്കാം, പേയ്മെൻറ്റ് അഡ്വാൻസ് തരാതെ സപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. അത് കൃത്യമായിട്ട് നടപ്പിലാക്കാൻ, അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു മാനേജ്മെൻറ്റ് നമുക്കുണ്ടാവണം. അങ്ങനെ മാനേജ്മെൻറ്റ് ഉണ്ടായാൽ പിന്നെ ഒരു കാരണവശാലും ആ കസ്റ്റമറിന് പേയ്മെൻറ്റ് അഡ്വാൻസ് തരാതെ കൊടുക്കരുത്. അയാൾ നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് അഡ്വാൻസ് വന്നിരിക്കണം. അതൊരു സിസ്റ്റമായിട്ട് ഫോളോ ചെയ്യണം. ആ സിസ്റ്റം നടപ്പിലാക്കണം. നമ്മുടെ മനസ്സിലും പേപ്പറിലും ഒരു കാര്യം എഴുതി വയ്ക്കാൻ വളരെ പെട്ടെന്ന് കഴിയും. എന്ത് കാര്യം നടപ്പിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്ത് കാര്യം നല്ല തീരുമാനങ്ങൾ മാനേജ്മെൻറ്റ് സൈഡിൽ നിന്ന് തീരുമാനിച്ച് അത് ഔട്ട്സ്റ്റാൻഡിൻ്റെ കാര്യത്തിലായാലും സെയിൽസിൻ്റെ കാര്യത്തിലായാലും നടപ്പിലാക്കാൻ നമുക്ക് കഴിയണം. ഒരു കാര്യം നടപ്പിലാക്കുമ്പോഴാണ് അതിൻ്റെ സക്സസ് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുക എന്നുള്ളത് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ കാര്യത്തിൽ ഡിമാൻഡ് വയ്ക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ പ്രോഡക്റ്റിന് ഒരു ഡിമാൻഡ് നമ്മളാണ് ഉണ്ടാക്കേണ്ടത്. നമ്മുടെ പ്രോഡക്റ്റിന് എങ്ങനെയാണ് ഡിമാൻഡ് ഉണ്ടാക്കുന്നത്? നമ്മൾ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ സ്ട്രോങ് ഡിസിഷൻ എടുക്കുമ്പോഴാണ്. പ്രോഡക്റ്റ് വേണമെങ്കിൽ പേയ്മെൻറ്റ് കൃത്യമായിട്ട് ഞങ്ങൾക്ക് തന്നിരിക്കണം. അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ അവിടെ ഒരു മാറ്റം സംഭവിക്കുന്നത്, X&Y കമ്പനി ഈ പ്രോഡക്റ്റ് ഇനി ഒരു കാരണവശാലും ക്രെഡിറ്റ് തരില്ല, പേയ്മെൻറ്റ് വേണം. ആ ഡിസ്ട്രിബ്യൂട്ടർ ഡീലറുടെ അടുത്തു നിന്നും പേയ്മെൻറ്റ് റെഡി ആവശ്യപ്പെടും. ആ ഡീലർ എൻ കൺസ്യൂമറുടെ അടുത്തു നിന്നും ക്രെഡിറ്റിന് കൊണ്ടുപോവുകയാണെങ്കിൽ ഈ പ്രോഡക്റ്റ് നിങ്ങൾ കൊണ്ടുപോകേണ്ട, അതിന് പകരം ഉള്ള പ്രോഡക്റ്റ് കൊണ്ടുപോയിക്കോ. ആ രീതിയിലേക്ക് നമ്മൾ കമ്പനി വളരണമെങ്കിൽ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ സ്ട്രോങ് ഡിസിഷൻ എടുത്ത് പേയ്മെൻറ്റ് അഡ്വാൻസ് ആയിട്ട് വാങ്ങിച്ച് ഒരു പ്രോഡക്റ്റ് സപ്ലൈ ചെയ്ത് 5 ദിവസം 7 ദിവസം മാക്സിമം 15 ദിവസത്തിനുള്ളിൽ തന്നെ ആ പ്രോഡക്റ്റിൻ്റെ പേയ്മെൻറ്റ് കിട്ടിയിരിക്കണം. പേയ്മെൻറ്റ് കിട്ടാതെ ഒരു കാരണവശാലും ബില്ല് ചെയ്യില്ല, ഇൻവോയ്സ് വേറെ അടിക്കില്ല എന്നുള്ള തീരുമാനം സ്ട്രോങ് ആയിട്ട് എടുക്കണം. അപ്പോൾ അവിടെ സക്സസ് ഉണ്ടാകും, അപ്പോൾ അവിടെ വിജയം ഉണ്ടാകും. അങ്ങനെയാണ് ഓരോ കമ്പനികളും വിജയത്തിൻ്റെ പതാക ഉയർത്തി മുന്നോട്ട് കുതിക്കുന്നത് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഔട്ട്സ്റ്റാൻഡിങ്ങിൻ്റെ ഒരു പുതിയ ഏരിയയെക്കുറിച്ച് നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് സംസാരിക്കാം. ഓൾ ദ ബെസ്റ്റ്.